ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന സൂപ്പർ പോരിൽ ലിവർപൂളിനെ സമനിലയിൽ പിടിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ നിർണായക ഫലമായിരുന്നു ഇത്. സമനിലയോടെ ഈ ആഴ്ച 1-ാം സ്ഥാനത്ത് തുടരാനുള്ള അവസരം ലിവർപൂൾ നഷ്ടപ്പെടുത്തി. ആദ്യ പകുതിയിൽ ലിവർപൂളിന്റെ ആധിപത്യമായിരുന്നു കണ്ടത്. നിരവധി അവസരങ്ങളാണ് ലിവർപൂളിന് ലഭിച്ചത്. ലീഡ് നിലകൾ മാറിമറിഞ്ഞ മത്സരത്തിൽ 24-ാം മിനിറ്റിൽ ലൂയിസ് ഡിയസ് ലിവർപൂളിന് ലീഡ് നൽകി. ഒറ്റ ഷോട്ട് പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആദ്യ പകുതിയിൽ തൊടുക്കാനായില്ല. ഒറ്റ ഗോൾ ലീഡിൽ അവസാനിച്ച ആദ്യ പകുതിക്ക് ശേഷം 2-ാം പകുതിയിൽ 50-ാം മിനിറ്റിൽ ലിവർപൂൾ ഡിഫൻസിന്റെ പിഴവ് മുതലെടുത്ത് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഗോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമനില പിടിച്ചു. 67-ാം മിനിറ്റിൽ യുവതാരം കോബി മൈനുവിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡെടുത്തു. സ്കോർ 2-1. എന്നാൽ 84-ാം മിനിറ്റിൽ ലിവർപൂളിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് മുഹമ്മദ് സല ലിവർപൂളിനെ ഒപ്പം എത്തിച്ചു. സ്കോർ 2-2. ഇരു ടീമുകളും ഇതിനുശേഷം വിജയ ഗോളിനായി ശ്രമിച്ചുവെങ്കിലും ഗോൾ പിറന്നില്ല. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 63% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ലിവർപൂളായിരുന്നു. 28ഓളം ഷോട്ടുകളാണ് ലിവർപൂൾ തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. 567 പാസുകൾ 84% കൃത്യതയോടെ ലിവർപൂൾ പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 357 പാസുകൾ 76% കൃത്യതയോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൂർത്തിയാക്കി. സമനിലയോടെ 31 മത്സരങ്ങളിൽ ലിവർപൂൾ 71 പോയിന്റുമായി രണ്ടാമത് നിൽക്കുകയാണ്. ഒന്നാമതുള്ള ആഴ്സണലിനും 71 പോയിന്റാണ് ഉള്ളത്. പക്ഷേ മികച്ച ഗോൾ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ ആഴ്സണൽ ലീഗിൽ മുന്നിൽ നിൽക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 49 പോയിന്റുമായി 6-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.